മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. മുൻ മന്ത്രിയും MLA-യുമായ ആന്റണി രാജു പ്രതിയായ തൊണ്ടിമുതൽ തിരിമറി കേസിൽ ആന്റണി രാജുവിന് തിരിച്ചടി വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു കേസിൽ വിധി ഇന്ന് വരുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ ആന്റണി രാജുവിന് തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. ആന്റണി രാജു കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ഗൂഢാലോചനയും തെളിവ് നശിപ്പിക്കലും തെളിഞ്ഞിരിക്കുന്നു. ഒന്നാം പ്രതി KS ജോസും കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ആന്റണി മുൻ മന്ത്രിയും MLA-യുമായ ആന്റണി രാജു പ്രതിയായ തൊണ്ടിമുതൽ തിരിമറി കേസിലാണ് ഇപ്പോൾ ആന്റണി രാജു കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഈ കേസിൽ ഇപ്പോൾ 36 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. ഈ കേസിലാണ് ഇപ്പോൾ ആന്റണി രാജു കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒന്നാം പ്രതിയായ KS ജോസും കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ഗൂഢാലോചനയും തെളിവ് നശിപ്പിക്കലും തെളിഞ്ഞിരിക്കുന്നു. 6 വകുപ്പുകളിലും കുറ്റക്കാരന് ആണ് എന്നതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. കോടതിയുടെ നിർണായകമായ വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ വിധിയിൽ ആന്റണി രാജുവിന് തിരിച്ചടി നേരിട്ടിരിക്കുന്നു എന്നത് വേണം പറയാൻ. 36 വർഷങ്ങൾക്ക് ശേഷം വരുന്ന വിധിയിൽ ഇപ്പോൾ ആന്റണി രാജു മുൻ മന്ത്രിയും അതുപോലെ തന്നെ MLA-യുമായ ആന്റണി രാജു കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒന്നാം പ്രതിയായ KS ജോസും കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. 6 വകുപ്പുകളിലും കുറ്റക്കാരൻ എന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ഗൂഢാലോചനയും തെളിവ് നശിപ്പിക്കലും തെളിഞ്ഞിരിക്കുകയാണ്. തൊണ്ടിമുതൽ കേസിലാണ് ഇപ്പോൾ ആന്റണി രാജു കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഈ കേസിൽ ഒന്നാം പ്രതിയായ KS ജോസും കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ഗൂഢാലോചനയും തെളിവ് നശിപ്പിക്കലും അടക്കം കോടതിയിൽ തെളിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഈ 6 വകുപ്പുകളിലും കുറ്റക്കാരനാണ് എന്നതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. MLA-യുമായ ആന്റണി രാജു പ്രതിയായ കേസിലാണ് ഇപ്പോൾ നിർണായകമായ വിധി വന്നിരിക്കുന്നത്. നമുക്കറിയാം 36 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു കേസിൽ വിധി വരുന്നത്. ഈ കേസിൽ ഇപ്പോൾ ആന്റണി രാജു കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ഇന്ന് കേസിൽ വിധി പറയുകയായിരുന്നു. ആ ഒരു സമയത്താണ് ആന്റണി രാജുവിന് തിരിച്ചടി ആയ ഒരു വിധി പുറത്തു വരുന്നത്. ആന്റണി രാജു കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒന്നാം പ്രതിയായ KS ജോസും കുറ്റക്കാരനെന്ന് കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഗൂഢാലോചനയും തെളിവ് നശിപ്പിക്കലും അടക്കം കോടതിയിൽ തെളിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിൽ രാജ് ചേർന്നു. രഞ്ജിൽ, നമുക്കറിയാം 36 വർഷമാണ്, ഈ ഒരു 19 വർഷത്തിന് ശേഷമാണ് ഈ ഒരു കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോൾ ഈ ഒരു കേസ് നടന്ന 36 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. ആന്റണി രാജുവും അതുപോലെ തന്നെ ഒന്നാം പ്രതിയായ KS ജോസും കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി സൂചിപ്പിച്ച പോലെ തന്നെ 36 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു കേസിൽ വിധി വന്നിരിക്കുന്നത് എന്നുള്ളത് ഏറെ പ്രധാനമാണ്. 19 വർഷത്തെ നിയമ പോരാട്ടത്തിന് ശേഷമാണ് ഈ ഒരു കേസിൽ ആന്റണി രാജു, മുൻ മന്ത്രിയും MLA-യുമായ ആന്റണി രാജു കുറ്റക്കാരനാണെന്നൊരു വിധി ഉണ്ടായിരിക്കുന്നത്. നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ ഒരു കേസിൽ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും കേസിൽ ആന്റണി രാജുവും അതുപോലെ തന്നെ ഒന്നാം പ്രതിയായ KS ജോസും കുറ്റക്കാരനാണെന്ന് ഒരു വിധി വന്നിരിക്കുകയാണ്. ഇനി ഇവർക്ക് എന്ത് ശിക്ഷയായിരിക്കും നൽകുക എന്നുള്ളതാണ് ഇവരും ഒറ്റുനോക്കുന്നത്. കാരണം കേസിൽ ഈ ഒരു കേസിൽ 6 വകുപ്പുകൾ പ്രകാരമാണ് കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിരിക്കുന്നത്. ഗൂഢാലോചന നടത്തി, തെളിവ് നശിപ്പിക്കൽ ശ്രമിച്ചു തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം അത്തരത്തിൽ 6 വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കോടതി വിധിക്കായി ഏവരും ഉറ്റുനോക്കുന്നത്. ഏകദേശം നോക്കുകയാണെങ്കിൽ 6 വർഷത്തിന് മുകളിൽ ശിക്ഷ ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആന്റണി രാജു ഉൾപ്പെടെയുള്ള 2 പ്രതികൾക്കും ശിക്ഷാവിധി ഉടൻ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. എന്തായാലും കോടതി വിധി ഇപ്പോൾ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. നമുക്കറിയാം ഈ ഒരു വിദേശ പൗരനെ രക്ഷപ്പെടുത്താനായി, മയക്കുമരുന്ന് കേസിൽ വിദേശ പൗരനെ രക്ഷപ്പെടുത്താനായി തൊണ്ടിമുതൽ നശിപ്പിച്ചു അല്ലെങ്കിൽ തൊണ്ടിമുതൽ മാറ്റി എന്നുള്ളൊരു കേസിലാണ് ആന്റണി രാജുവിനെതിരെ ഈ ഒരു കേസ് വന്നത്. അത് 36 വർഷങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ ഈ ഒരു കേസ് ഉണ്ടാകുന്നത്. അന്ന് തുടങ്ങിയ നിയമ പോരാട്ടം സുപ്രീം കോടതി വരെ പോകുന്നു. തുടർന്നും ഇത്തരത്തിൽ സുപ്രീം കോടതി വരെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ആന്റണി രാജു പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാലും സുപ്രീം കോടതി വരെ പോയ കേസാണെങ്കിൽ പോലും ഇപ്പോൾ കേസിൽ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. 19 വർഷമാണ് കേസുമായി ബന്ധപ്പെട്ട് നിയമ പോരാട്ടം നടത്തിയത്. ആ 19 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് കേസിൽ ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് എന്നുള്ളത് ഏറെ പ്രധാനമാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് 2 പേരെ
പേരെയാണ് ഇപ്പോൾ കേസിൽ കുറ്റക്കാരാണെന്ന് വിധിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാം പ്രതിയായ KS ജോസും രണ്ടാം പ്രതിയായ ആന്റണി രാജു ആണ് ഇപ്പോൾ പ്രതികളായി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ ആന്റണി രാജുവിൻ്റെ ക്ലർക്കായിരുന്നു ജോസ് എന്നാണ് അന്ന് ആന്റണി രാജു മന്ത്രിയായിരുന്ന സമയത്ത് അല്ലെങ്കിൽ MLA ആയിരുന്ന സമയത്ത് ആന്റണി രാജുവിൻ്റെ ക്ലർക്കായിരുന്നു ഈ ഒരു ജോസ് എന്ന് പറയുന്ന ഒന്നാം പ്രതി. അതിൽ ഈ ജോസിനെയും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. എന്തായാലും കേസിൽ ശിക്ഷാവിധി എന്തായിരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. അത് ഇന്ന് തന്നെ ഉണ്ടാകുമോ അതോ മാറ്റിവെക്കുമോ എന്നുള്ളതൊക്കെ തന്നെ അല്പസമയത്തിനകം പറയാൻ സാധിക്കും. നമുക്കറിയാം കോടതി ആദ്യം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നു, പിന്നീടാണ് ശിക്ഷാവിധി പ്രഖ്യാപിക്കുക. എന്തായാലും നിലവിൽ വ്യാജരേഖ ചമയ്ക്കൽ അതുപോലെ തന്നെ തെളിവ് നശിപ്പിക്കൽ തുടങ്ങി 6 വകുപ്പുകളാണ് ആന്റണി രാജുവിനെതിരെ ചുമത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ശിക്ഷ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും അല്പസമയത്തിനകം അതും അറിയാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദീപ്തി. തീർച്ചയായും രഞ്ജിൽ, അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു കേസിൽ ശിക്ഷ മേൽക്കോടതി വിധിക്കും എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം. ഗൂഢാലോചനയും തെളിവ് നശിപ്പിക്കലടക്കം തെളിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമുക്കറിയാം 36 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു കേസിൽ വിധി വരുന്നത്. 19 വർഷത്തെ വിചാരണയ്ക്കൊടുവിലാണ് ഇപ്പോൾ ഈ ഒരു കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത്. 19 വർഷത്തിന് ശേഷമാണ് ഈ ഒരു സംഭവം നടന്ന 19 വർഷങ്ങൾക്ക് ശേഷമാണ് കുറ്റപത്രം അടക്കം സമർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ ഒരു കേസിൽ ഇപ്പോൾ ആന്റണി രാജുവിന് കനത്ത തിരിച്ചടി തന്നെയാണ് നേരിട്ടിരിക്കുന്നത്. ഈ ഒരു കേസിൽ ആന്റണി രാജുവും അതുപോലെ തന്നെ ഒന്നാം പ്രതിയായ KS ജോസും കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ഗൂഢാലോചനയും അതുപോലെ തന്നെ തെളിവ് നശിപ്പിക്കലും തെളിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. രഞ്ജിൽ, ഇപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ശിക്ഷ മേൽക്കോടതി വിധിക്കും എന്നതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം. രഞ്ജിൽ, തുടരാം. തീർച്ചയായും നെടുമങ്ങാട് അഡീഷണൽ സെഷൻസ് കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കേസിൽ ഇനിയിപ്പോൾ മേൽക്കോടതിയായിരിക്കും ശിക്ഷ വിധിക്കുക എന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ആന്റണി രാജുവിനും അതുപോലെ തന്നെ ജോസിനും എത്തരത്തിലുള്ള ശിക്ഷയാണ് ലഭിക്കുക എന്നാണ് നോക്കിക്കാണുന്നത്. അതായത് ഈ ഒരു വകുപ്പുകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ ഏകദേശം ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാനുള്ള കുറ്റങ്ങളാണ് അല്ലെങ്കിൽ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ആന്റണി രാജുവിനും ഒന്നാം പ്രതിയായ ജോസിനും ഈ ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതെല്ലാം തന്നെ കോടതിയുടെ കൈകളിലാണുള്ളത്. മേൽക്കോടതി ഈ കാര്യത്തിൽ ശിക്ഷ വിധിക്കുമെന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. അത് ഇന്ന് തന്നെ ഉണ്ടാകുമോ അതോ ഇനി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുമോ എന്നുള്ളതാണ് നോക്കിക്കാണുന്നത്. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് നേരത്തെയും ആന്റണി രാജു ഇത്തരത്തിൽ സുപ്രീം കോടതിയെ വരെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കേസ് റദ്ദാക്കണം അല്ലെങ്കിൽ കേസിൽ പങ്കില്ല എന്ന് കാണിച്ചുകൊണ്ട് സുപ്രീം കോടതി വരെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം നിലനിൽക്കുകയാണ് ഇപ്പോൾ ഈ ഒരു കോടതി വിധി വന്നിരിക്കുന്നത്. അതായത് കുറ്റക്കാരനാണെന്നൊരു വിധി വന്നിരിക്കുന്നത്. 6 വകുപ്പുകളിലും കുറ്റക്കാരനാണെന്ന് കോടതി പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആന്റണി രാജുവിന് എന്തായിരിക്കും ശിക്ഷ എന്നുള്ളത് ഈ ഏവരും ഉറ്റുനോക്കുകയാണ്. ഈ KS ജോസ് എന്ന് പറയുന്നത് അന്ന് ആന്റണി രാജുവിൻ്റെ ക്ലർക്കായിരുന്ന ഒരു ആളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു KS ജോസ് ആണ് കേസിൽ ഒന്നാം പ്രതി. രണ്ടാം പ്രതിയായിട്ടാണ് ഇപ്പോൾ ആന്റണി രാജു ഉള്ളത്. അങ്ങനെയാണെങ്കിൽ കേസിൽ ഇപ്പോൾ 6 വകുപ്പുകൾ തെളിഞ്ഞിരിക്കുന്നു. 6 വകുപ്പുകളിലും കുറ്റക്കാരനാണ് തെളിഞ്ഞിരിക്കുകയാണ്. ഇനി വിധി എന്ത് അല്ലെങ്കിൽ ശിക്ഷാവിധി എന്തെന്നാണ് അറിയാനുള്ളത്. അത് മേൽക്കോടതി വിധിക്കുമെന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു ദിവസത്തേക്ക് ആകുമോ എന്നുള്ളതും നോക്കിക്കാണുന്നുണ്ട്. എന്തായാലും കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. 19 വർഷത്തെ നിയമ പോരാട്ടമാണ് അല്ലെങ്കിൽ 36 വർഷത്തെ നീണ്ടു നിൽക്കുന്ന ഒരു കേസാണ്. ഇത്രയും കാലമായി നീണ്ടു നിൽക്കുന്ന ഒരു കേസ് ആയതുകൊണ്ട് തന്നെ അതിലെന്തായിരിക്കും വിധി എന്നുള്ളതാണ് ഇവരും നോക്കിക്കാണുന്നത്. അന്ന് തൊട്ട് തുടങ്ങിയ നിയമ പോരാട്ടം അല്ലെങ്കിൽ അന്ന് തൊട്ട് തുടങ്ങിയ ഈ ഒരു കേസിൽ ഈ തെളിവുകളുടെ അഭാവം അല്ലെങ്കിൽ തെളിവുകൾ ഹാജരാക്കിയതിലെ അഭാവം ഒക്കെ തന്നെ കേസ് നീണ്ടുപോകാനുള്ള ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതൊക്കെ തന്നെ മറികടന്നാണ് ഇപ്പോൾ കേസിൽ വിധി വന്നിരിക്കുന്നുള്ളത്. ഏറെ നിർണായകം തന്നെയാണ്. നേരത്തെയൊക്കെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ആന്റണി രാജുവിൻ്റെ നിർണായകം എന്ന തരത്തിലൊക്കെ തന്നെ വാർത്ത വന്നപ്പോഴും കേസ് സുപ്രീം കോടതി വരെ പോയപ്പോഴും ഇത് റദ്ദാക്കുക അല്ലെങ്കിൽ കേസ് റദ്ദാക്കുമെന്ന തരത്തിലുള്ള പ്രതീക്ഷയൊക്കെ തന്നെ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ കോടതി വിധി വന്നിരിക്കുന്നത്. കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ MLA ആയി തുടരുകയാണ് ആന്റണി രാജു. മുൻ ഗതാഗത മന്ത്രിയാണ്, നിലവിൽ MLA ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേസിൽ കുറ്റക്കാരനാണ് തെളിഞ്ഞത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ MLA പദവിയൊക്കെ തന്നെ രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതും എടുത്തു പറയണം. അങ്ങനെയാണെങ്കിൽ വേറെ ഒരു തെരഞ്ഞെടുപ്പ് കൂടി നേരിടേണ്ട ഒരു സാഹചര്യത്തിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ കടക്കും. എന്തായാലും കേസിൽ കുറ്റക്കാരനാണെന്നുള്ളൊരു വിധി വന്നിരിക്കുകയാണ്. ഇനി ശിക്ഷ എന്തായിരിക്കുമെന്നാണ് അറിയേണ്ടത്. അത് മേൽക്കോടതി വിധിക്കുമെന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു ദിവസത്തേക്ക് ആയിരിക്കുമോ എന്നുള്ളതും അറിയേണ്ടതുണ്ട്. CJM കോടതിയായിരിക്കും വിധി പറയുക എന്നുള്ളത് പറയുന്നുണ്ട്. തിരുവനന്തപുരം CJM കോടതിയായിരിക്കും കേസിൽ അന്തിമ വിധി ശിക്ഷാവിധി പ്രസ്താവിക്കുക എന്നുള്ളതും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും 6 വകുപ്പുകൾ തെളിഞ്ഞിരിക്കുകയാണ്. 6 വകുപ്പുകളിലും കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാനുള്ളൊരു സാധ്യതയുമുണ്ട്. ദീപ്തി. തീർച്ചയായും മുൻ മന്ത്രിയും MLA യുമായ ആന്റണി രാജു പ്രതിയായ
തൊണ്ടി മുതൽ തിരുമറി കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. ഇവർ കുറ്റക്കാരനാണ് എന്നതാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഒന്നാം പ്രതിയും അതുപോലെ തന്നെ ആന്റണി രാജുവും കുറ്റക്കാരാണ് എന്നതാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. 10 മാസം നീണ്ട വിചാരണയ്ക്ക് ശേഷമാണ് നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി ഈ കേസിൽ വിധി പറഞ്ഞത്. 1990-ലാണ് ഈ ഒരു കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലഹരി കേസിൽ പിടിയിലായ വിദേശിയെ രക്ഷപ്പെടുത്താൻ അഭിഭാഷകനായ ആന്റണി രാജു തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ കൃത്രിമം നടത്തി എന്നതാണ് ഈ ഒരു കേസ്. തുടർന്ന് പ്രതിയെ വെറുതെ വിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് മറ്റൊരു കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലായ ഇയാൾ സഹതടവുകാരനോട് ഈ സംഭവം പറയുകയുണ്ടായി. സഹതടവുകാരന്റെ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് 1994 കേസ് രജിസ്റ്റർ ചെയ്തത്. 13 വർഷത്തിന് ശേഷമാണ് ഈ ഒരു കേസിൽ കുറ്റപത്രം 19 വർഷത്തിന് ശേഷമാണ് ഈ ഒരു കേസിൽ കുറ്റപത്രം അടക്കം സമർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഗൂഢാലോചന, രേഖകളിൽ കൃത്രിമം, വഞ്ചന, തെളിവ് നശിപ്പിക്കൽ എന്നിവയാണ് ചുമത്തിയ കുറ്റങ്ങൾ. ഇതിൽ ഗൂഢാലോചനയും തെളിവ് നശിപ്പിക്കലടക്കം തെളിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. 14 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. രഞ്ജിൽ, ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് ഈ ഒരു MLA സ്ഥാനം അടക്കം നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യം, അതുപോലെ തന്നെ ഒരു ഗുരുതരമായ ഒരു കണ്ടെത്തൽ തന്നെയാണ് കോടതിയുടെ ഭാഗത്തുനിന്നും ഇപ്പോൾ കുറ്റക്കാരൻ എന്ന കണ്ടെത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇനി വിധി വന്നതിന് ശേഷമായിരിക്കും എന്താണ് വിധി എന്നത്, അല്ലെങ്കിൽ ശിക്ഷാവിധി എന്താണ് എന്നതാണ് ഇപ്പോൾ ചോദിച്ചു നിൽക്കുന്നത്. ഇപ്പോൾ ഈ ഒരു MLA സ്ഥാനത്തിന്റെ കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം, MLA സ്ഥാനം രാജിവെക്കേണ്ടി വരും അല്ലെങ്കിൽ MLA സ്ഥാനം നഷ്ടമാകുമോ എന്നതാണ് ഇപ്പോൾ ഒരു ചോദ്യമായി നിൽക്കുന്നത്. അല്ലേ രഞ്ജിൽ? തെളിഞ്ഞ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ശിക്ഷാവിധി ഉടൻ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ MLA സ്ഥാനം രാജിവെക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും അങ്ങനെയാണെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് കൂടി അഭിമുഖീകരിക്കേണ്ടി വരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നിലവിൽ കേസിൽ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. നിയമപോരാട്ടമൊക്കെ അവസാനിച്ചു, അല്ലെങ്കിൽ ആ കേസിൽ ഒരു കുറ്റക്കാരനെന്ന് ശിക്ഷ വന്നിരിക്കുകയാണ്. ഇനി ശിക്ഷാവിധി എന്താണെന്നാണ് അറിയേണ്ടത്. അത് CJM കോടതി അല്പസമയത്തിനകം തന്നെ വിധിക്കും, അല്ലെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റും എന്നുള്ളതൊക്കെ തന്നെ ഉടനെ തന്നെ അറിയാൻ സാധിക്കും. ഈ ഒരു കേസിന്റെ നാൾ വഴി എടുത്തു കഴിഞ്ഞാൽ 1990-ലാണ് ഈ ഒരു കേസ് ഉണ്ടാകുന്നത്. ഹാഷിഷ് ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച ഓസ്ട്രേലിയൻ സ്വദേശിയെ തിരുവനന്തപുരത്തു നിന്നും പിടിയിലാകുന്നു. ഈ ഒരു സ്വദേശി അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ പൗരനെ രക്ഷിക്കാൻ ശ്രമിച്ച കേസിലാണ് ഇപ്പോൾ ആന്റണി രാജു പ്രതിയായിരിക്കുന്നത്. അന്ന് 61 ഗ്രാം ഹാഷിഷ് ഓയിലാണ് കടത്തിയത്. അതിൽ അന്ന് തന്നെ ജില്ലാ സെഷൻസ് കോടതി 10 വർഷം തടവിനും 1 ലക്ഷം രൂപ പിഴയും കൊടുക്കാൻ അന്ന് തന്നെ ആ ഒരു ഓസ്ട്രേലിയൻ പൗരന് ശിക്ഷ വിധിക്കുന്നു. പക്ഷേ പ്രതിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അന്ന് പ്രതിക്ക് വേണ്ടി ഹാജരായത് വിൽഫ്രൺ ജൂനിയർ ആയിരുന്നു. അതായത് അന്ന് ഈ ഒരു കേസിൽ ആ പ്രതിയെ രക്ഷിച്ച കേസിലാണ്, അല്ലെങ്കിൽ അന്ന് ആ തൊണ്ടി മുതൽ കൃത്രിമം കാട്ടി ആ പ്രതിയെ രക്ഷപ്പെടുത്തിയ ആ കേസിലാണ് ഈ ഒരു ആന്റണി രാജു ഇപ്പോൾ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഇത് കുറേ നാളായി നീണ്ടുന്ന ഒരു കേസ് തന്നെയാണ്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട സഹതടവുകാരനോട് പറഞ്ഞ ആ ഒരു മൊഴിയാണ് ഈ കേസിൽ ആന്റണി രാജുവിന് വിനയായത്. ഇത്തരത്തിൽ രക്ഷപ്പെടുത്താൻ ഒരു തൊണ്ടി മുതൽ കൃത്രിമം കാട്ടിയെന്ന ആ ഒരു മൊഴി ാണ് ഇപ്പോൾ ആന്റണി രാജുവിനെ കേസിൽ കുറ്റക്കാരനാണെന്ന രീതിയിലേക്ക് കൊണ്ടെത്തിച്ചത്. അതുമായി ബന്ധപ്പെട്ട് അന്ന് തുടങ്ങിയ കേസ് 19 വർഷമായി കുറ്റപത്രം സമർപ്പിച്ചിട്ട് 19 വർഷത്തിന് ശേഷമാണ് വിധി വരുന്നത്. 1990 തുടങ്ങി 36 വർഷം നീണ്ട ഒരു കേസ് തന്നെയാണ്. പക്ഷേ 19 വർഷമേ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ 19 വർഷമായി കുറ്റപത്രം എന്നുള്ളതും ഏറെ നിർണായകമാണ്. അതിനുശേഷമാണ് കേസിൽ വിധി വരുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ ഒരു കേസിൽ വിധി വന്നിരിക്കുകയാണ്, കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഇനി എന്ത് എന്നുള്ളതാണ്, ശിക്ഷാവിധി എന്ത് എന്നുള്ളതാണ് ഇനി ഏവരും ഉറ്റുനോക്കുന്നത്. അത് ഇനി ജീവപര്യന്തമാകുമോ, അല്ലെങ്കിൽ മറ്റ് ശിക്ഷ 20 വർഷമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ശിക്ഷയാകുമോ എന്നുള്ളതൊക്കെ തന്നെ മേൽക്കോടതി ഉടൻ തന്നെ അറിയിക്കും, അല്ലെങ്കിൽ പ്രഖ്യാപിക്കും എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും അങ്ങനെ ശിക്ഷാവിധി വന്നു കഴിഞ്ഞാൽ MLA സ്ഥാനം രാജിവെക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് MLA തുടരാൻ സാധിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ MLA സ്ഥാനം രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അത് ഇനിയൊരു തെരഞ്ഞെടുപ്പിലേക്ക് കൂടി നയിക്കുമെന്നുള്ളതൊക്കെ തന്നെയാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. കേസിൽ അന്തിമവിധി അല്ലെങ്കിൽ ശിക്ഷാവിധി ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ദീപ്തി, തീർച്ചയായും തൊണ്ടി മുതൽ തിരുമറി കേസിലാണ് മുൻ മന്ത്രിയും MLA-യുമായ ആന്റണി രാജു കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. കേസെടുത്ത 3 പതിറ്റാണ്ടിന് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു കേസിൽ വിധി വരുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെ. കേസെടുത്ത് 3 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഈ ഒരു കേസിൽ ഇപ്പോൾ ഇന്ന് വിധി വന്നിരിക്കുന്നത്. കേസിൽ 2ാം പ്രതിയാണ് ആന്റണി രാജു MLA. 1ാം പ്രതി KS ജോസും കുറ്റക്കാരനെന്ന് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും, 1ാം പ്രതിയും അതുപോലെ തന്നെ 2ാം പ്രതിയായ ആന്റണി രാജുവും കുറ്റക്കാരാണ് എന്നതാണ് ഇപ്പോൾ
കോടതി കണ്ടെത്തിയിരിക്കുന്നത്. നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ആന്റണി രാജു കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഒരു കേസിനാസ്പദമായ സംഭവം നടന്ന 36 വർഷങ്ങൾക്ക് ശേഷം 1990 ഈ ഒരു കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം 36 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു കേസിൽ വിധി വരുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം. മുൻ മന്ത്രിയും അതുപോലെ തന്നെ നിലവിൽ എം എൽ എയുമായ ആന്റണി രാജുവാണ് ഇപ്പോൾ ഈ ഒരു തൊണ്ടി മുതൽ തിരിമറി കേസിൽ ഇപ്പോൾ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഒരു കേസിൽ 14 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ഒരു കുറ്റങ്ങളാണ് ഇപ്പോൾ കോടതിയിൽ തെളിഞ്ഞിരിക്കുന്നത്. ഈ ഒരു വിമാനത്താവളത്തിൽ അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച 2 പാക്കറ്റ് ലഹരി മരുന്നുമായി എത്തിയ വിദേശ പൗരന് ഈ ഒരു രക്ഷപ്പെടാൻ തൊണ്ടി മുതലായ അടിവസ്ത്രം മാറ്റി എന്നതാണ് ഈ ഒരു കേസ്. ഈ ഒരു കേസിലാണ് ഇപ്പോൾ ആന്റണി രാജുവും അതുപോലെ തന്നെ 1-ാം പ്രതിയായ ജോസും കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഒരു 30 വർഷത്തിലധികം നീണ്ടുപോയ ഒരു കേസാണ്. 19 വർഷത്തിന് ശേഷമാണ് ഈ ഒരു കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതിനുശേഷം ഈ ഒരു 10 മാസത്തോളം നീണ്ടുനിന്ന വിചാരണയ്ക്ക് ശേഷമാണ് ഈ ഒരു കേസിൽ ഇന്ന് നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. 1990 ഈ ഒരു കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലഹരി കേസിൽ പിടിയിലായ വിദേശിയെ രക്ഷപ്പെടുത്താൻ അഭിഭാഷകനായിരുന്ന ആന്റണി രാജു തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ കൃത്രിമം നടത്തി എന്നതാണ് കേസിനാസ്പദമായ സംഭവം. ഇതിനുശേഷം ഈ ഒരു പ്രതിയെ ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു പ്രതിയെ വെറുതെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് മറ്റൊരു കേസിൽ ഈ ഒരു പ്രതി വിദേശി അറസ്റ്റിലായി ശിക്ഷിക്കപ്പെട്ട് ജയിലിലായ സമയത്താണ് അയാൾ സഹതടവുകാരനോട് ഈ ഒരു സംഭവം പറയുകയുണ്ടായി. ഈ ഒരു സഹതടവുകാരൻ്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് 1994 ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അതിനുശേഷം 19 വർഷത്തിന് ശേഷമാണ് ഈ ഒരു കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഗൂഢാലോചന, രേഖകളിൽ കൃത്രിമം കാണിക്കൽ, വഞ്ചന, തെളിവ് നശിപ്പിക്കൽ എന്നിവയാണ് ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ. ഇതിൽ ഇപ്പോൾ ഗൂഢാലോചനയും അതുപോലെ തന്നെ തെളിവ് നശിപ്പിക്കലും അടക്കമാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. ഈ ഒരു കേസിൽ 14 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇപ്പോൾ ഈ ഒരു കോടതിയിൽ തെളിഞ്ഞിരിക്കുന്നത്. 1-ാം പ്രതിയായ ജോസും KS ജോസും അതുപോലെ തന്നെ 2-ാം പ്രതിയായ മുൻ മന്ത്രിയും MLA യുമായ ആന്റണി രാജുവും കുറ്റക്കാരാണ് എന്നതാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. 6 വകുപ്പുകളിലും കുറ്റക്കാരാണ് എന്നതാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഒരു സംഭവത്തിൽ ഈ ഒരു കേസിൽ ശിക്ഷാവിധി മേൽക്കോടതി വിധിക്കുമെന്നതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. 14 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇപ്പോൾ കോടതിയിൽ തെളിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ഒരു തൊണ്ടി മുതലിൽ കൃത്രിമം കാട്ടി എന്ന ഒരു കേസിൽ ഇപ്പോൾ എന്തായാലും മുൻ മന്ത്രിയും MLA യുമായ ആന്റണി രാജുവിന് കോടതിയിൽ കനത്ത തിരിച്ചടി തന്നെയാണ് നേരിട്ടിരിക്കുന്നത്. ആന്റണി രാജുവിന് കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. രഞ്ജിൽ രാജാണ് വിവരങ്ങൾ നൽകിയത്.